ഒരു സ്ത്രീ അവരുടെ ജീവിതകാലത്ത് എന്തൊക്കെ സഹിച്ചാലും ക്ഷമിച്ചാലും പുറത്താലും ഒരിക്കലും പൊറുക്കാത്ത എന്താണെന്നറിയാമോ? അവർ ഗർഭിണിയായിരിക്കുമ്പം അവരോട് മോശമായിട്ട് പെരുമാറിയവരോട്. ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു റോളർ കോസ്റ്റർ റൈഡാണ്. ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ഗർഭിണിയായിരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ചത്. ഞാൻ ഫസ്റ്റ് ടൈം ഗർഭിണിയായിരുന്നപ്പോൾ അനുഭവിച്ചൊന്നുമല്ല ഞാൻ സെക്കൻഡ് ടൈം ഗർഭിണിയായിരിക്കുമ്പോൾ അനുഭവിച്ചത്. അതുകൊണ്ട് ഞാനും ഒക്കെ ഗർഭിണിയൊക്കെ ആയിട്ടുള്ളതായി നമുക്കൊന്നും ഉണ്ടായിരുന്നില്ലേ എന്നുള്ള ഡയലോഗിന് ഇവിടെ പ്രസക്തിയില്ല. ഓരോരുത്തരുടെയും ഗർഭകാലം ഓരോ തരത്തിലായിരിക്കും. അത് പ്രഗ്നൻസിയുടെ പ്രത്യേകത കൊണ്ടാവാം, നമുക്ക് ഉള്ളിലുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ പ്രത്യേകത കൊണ്ടുണ്ടാകും, നമ്മുടെ അല്ലാതെ തന്നെയുള്ള നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത കൊണ്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ നമ്മളോടുള്ള പെരുമാറ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടും ആവാം. അപ്പം ഒരു ഗർഭിണിയെ നമുക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും കുഞ്ഞു കാര്യം എന്താണെന്നറിയാമോ? അവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. ചില ഭർത്താക്കന്മാരടക്കം ചോദിക്കുന്ന ചോദ്യമാണ്, ലോകത്തിൽ പ്രഗ്നൻ്റ് ആവുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ നീ, പിന്നെ നിനക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത? എന്തോ ഒരു മോശം ചോദ്യമാണെന്നറിയാമോ ഇതൊക്കെ? ആദ്യമായിട്ട് ഗർഭിണിയാവുന്ന ഒരാളുടെ കാര്യമല്ലോ നോക്ക്. എന്താണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്നോ എന്താണ് നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നതെന്നോ ഒന്നും മനസ്സിലാവുന്നില്ല. ചെറിയ കാര്യങ്ങൾ മതി നമുക്ക് വിഷമം വരും, സങ്കടം വരും, ദേഷ്യം വരും. നമുക്ക് ശരീരത്തിനാണെങ്കിലും നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ. 9th മന്തൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും നമുക്ക് ഉറക്കമേ ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞാലും കുഞ്ഞു വന്നു കഴിഞ്ഞാലും ഉറങ്ങുന്ന കാര്യമൊക്കെ കഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ 9th മന്ത്, പ്രഗ്നൻസിയുടെ 9th മന്ത് നമുക്ക് പലപ്പോഴും ശ്വാസം പോലും കിട്ടില്ല, അത്രയും വലിയ വയറാണ്. ചില സമയത്ത് നമുക്ക് കിടക്കാനേ പറ്റില്ല, കാരണം എപ്പോഴും മൂത്രം ഒഴിക്കണമെന്ന് തോന്നും. നമ്മുടെ ഈ യൂട്രസ് വലുതായി യൂറിനറി ബ്ലാഡറെ വന്ന് ഞെക്കിയിട്ട് നമുക്ക് ആ യൂറിനറി ബ്ലാഡറിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂറിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമുക്ക് യൂറിനേറ്റ് ചെയ്യണമെന്ന് തോന്നും. നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേജേ അല്ല. ചില ആളുകൾക്ക് ഗർഭകാലം എന്ന് പറഞ്ഞാൽ ആ ഗർഭിണിയാണെന്ന് അറിയുന്നിടം തൊട്ട് പ്രസവിക്കാനായിട്ട് ആ ടേബിളിൽ കിടക്കുമ്പം വരെ അവർ ഛർദ്ദിക്കുമായിരിക്കും. ഒരവസ്ഥ ആലോചിച്ച് നോക്ക്, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ എന്ത് കഴിച്ചാലും ഛർദ്ദിച്ച്, അങ്ങനെയായിരിക്കും പലരുടെയും ഗർഭകാലം. ചില ആൾക്കാർക്ക് പ്രഗ്നൻസി ടൈമിൽ അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, അവർക്ക് ഇമോഷണൽ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പോൾ അവരോട് അതിൻ്റെയൊക്കെ പേരിൽ അവർക്കൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ ഇവരെന്താ ഇങ്ങനെ പറയുന്നതെന്ന് അറിയില്ല എന്നൊന്നും പറയാൻ പാടില്ല. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളോട് ഈ ഒരു സമയത്ത് അനുതാപപൂർവ്വം പെരുമാറാത്തതെന്നാണ്. പലപ്പോഴും ലേബർ റൂമിലെ നഴ്സസിൻ്റെ കാര്യമൊക്കെ പറയാറില്ലേ, എന്തിനാണോ അവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്ത് എന്നെ സഹായിച്ച, ഞാൻ നന്ദിയോടെ ഇപ്പോഴും ഓർക്കുന്ന 2 പേരുണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസിയുടെ കാലത്ത് എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഷാമിൽ എന്ന് പറയുന്ന പയ്യൻ. അവൻ കൊച്ചു പയ്യൻ, അവൻ ജോലിക്ക് കയറി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പം പലപ്പോഴും എനിക്ക് എൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെക്ക് ചെയ്യുകയോ നോക്കുകയോ ഒക്കെ ചെയ്യേണ്ട അവസ്ഥ വരുമ്പം അവൻ പറയും, ചേച്ചി എഴുന്നേക്കണ്ട, ഞാൻ പോയി ചെയ്യാം, എന്നിട്ട് ഞാനിത് ചെയ്തിട്ട് വന്ന് കൊണ്ട് കാണിച്ചു തരാം, അപ്പോൾ ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പിന്നെയും പോയി ചെയ്തോളാം, ചേച്ചി എഴുന്നേക്കണ്ട എപ്പോഴും എന്ന് പറയും. അപ്പം എനിക്ക് ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കാം, കാരണം ഓരോ സമയം എഴുന്നേറ്റ് നടന്നു പോയി ഇത് ചെയ്തിട്ട് വരുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയം. അതുപോലെ തന്നെ എപ്പോഴും 1 മണിയാകുമ്പോഴൊന്നും ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഞാൻ ആ സമയത്ത് ജോലി ചെയ്തിരുന്നത്. അപ്പോൾ 1 മണിയൊക്കെ ആകുമ്പോൾ അവൻ ചോദിക്കും, ചേച്ചിക്ക് വിശക്കുന്നുണ്ടോ, കഴിക്കാൻ തോന്നുന്നുണ്ടോ, ഇപ്പം പോകാൻ പറ്റത്തില്ലോ, എന്ത് ചെയ്യും എന്ന്. ആ ഒരു കെയർ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് അവന് ആ ഒരു കൺസേൺ കാണിക്കുന്നുണ്ടല്ലോ, അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. ചിലപ്പം 2 ബിസ്ക്കറ്റ് എനിക്ക് കൊണ്ടുതരും, ചേച്ചി ഇത് കഴിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞ്. ഇത്രയും ചെറിയ കാര്യമാണ്, നമ്മൾ ആരെയും സഹജീവിയോട് ചെയ്യുന്നൊരു കാര്യമാണ്, പക്ഷേ ഞാൻ ഇപ്പോഴും അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം പ്രഗ്നൻസിയുടെ കാലത്ത് ഈ ഷാമിലപ്പം എൻ്റെ കൂടെ അപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ല, രാഹുൽ എന്ന് പറയുന്നൊരു പയ്യനുണ്ടായിരുന്നു. അവനും ഇതുപോലെ തന്നെയായിരുന്നു. ചേച്ചി അവിടെ ഇരുന്നാൽ മതി, ഞാൻ നോക്കാം, ചേച്ചി വയ്യെങ്കിൽ എഴുന്നേക്കണ്ട, അല്ലെങ്കിൽ ചേച്ചി എന്തെങ്കിലും വല്ലതും കുടിക്കാൻ വേണോ, വല്ലതും കൊണ്ടുതരണോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഈ ഒരു പ്രഗ്നൻസി കാലത്ത് നമുക്ക് ഇത്തരം ചെറിയതാണെങ്കിൽ പോലും നമ്മളോട് സ്നേഹത്തോടെ കരുതലോടെ പെരുമാറുന്നത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ചെറിയ സന്തോഷങ്ങൾ വലിയ ആശ്വാസവും. അതേസമയം കുത്തുവാക്കായി പോയാലോ ജീവിതകാലം മുഴുവൻ നമ്മൾ മറക്കില്ല. പിന്നെ നിങ്ങൾ ഈ കുഞ്ഞു വന്നതിന് ശേഷം എത്ര സ്നേഹത്തോട് പെരുമാറിയാലും, നിങ്ങൾ ഗർഭിണിയായിരുന്ന സമയത്ത് നീ മാത്രമൊന്നുമല്ലല്ലോ പ്രഗ്നൻ്റ്, ലോകത്ത് പ്രഗ്നൻ്റ് ആവുന്ന ആദ്യത്തെ ആളൊന്നും അല്ലല്ലോ, നിനക്കിതൊന്നും അറിയത്തില്ലേ, എല്ലാ സ്ത്രീകളും പ്രഗ്നൻ്റ് ആവുന്ന, എല്ലാ സ്ത്രീകളും ഇതിലേക്കൂടെ പോകുന്നതാണെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവനവൻ അനുഭവിക്കുമ്പോഴേ അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. അതിനൊപ്പം തന്നെ നിൽക്കണം. ഒരു ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ 2 പേർക്കും കൂടാണ് ഈ കുഞ്ഞുണ്ടാകുന്നത് അല്ലേ. അത് ചൈൽഡ് ബെയർ ചെയ്യുന്നത് സ്ത്രീയാണെന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് ചൈൽഡ് ബെയർ ചെയ്യാൻ പുരുഷന് പറ്റാത്തപ്പം ഈ സ്ത്രീയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ആൾക്ക് പറ്റും. അതിന് കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്യേണ്ടത്. ആ സമയത്ത് മോശ സ്വഭാവം കാണിച്ചിട്ട് പിന്നീട് എത്ര നല്ല സ്വഭാവം കാണിച്ചാലും ഒരിക്കലും ആ സ്ത്രീ അത് മറക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ വേണം നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളോട് സംസാരിക്കാൻ.
എന്ത് കാണിച്ചാലും കുറ്റം പറഞ്ഞ ചില ബന്ധുക്കളുണ്ട്. അവരിടുന്ന വേഷം, അവർ കഴിക്കുന്ന ഭക്ഷണം, അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടാൻ അനുവദിക്കാതെ പലതിനെയും ജഡ്ജ് ചെയ്ത് അവർ ചെയ്യുന്നതെല്ലാം തെറ്റായി. അവർ ജോലിക്ക് പോയാൽ പ്രശ്നം, ജോലിക്ക് പോയില്ലേ പ്രശ്നം, ലീവ് എടുത്താൽ പ്രശ്നം, ലീവ് എടുത്തില്ലേ പ്രശ്നം, ഏത് ആശുപത്രി കാണിക്കണം, ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണം, ആ കാണിക്കാൻ പോകുമ്പോൾ ആര് കൂടെ പോകണം, ഇതിലെല്ലാം ഒരു 100,000 അഭിപ്രായം പറഞ്ഞുകൊണ്ട് ആളുകളുണ്ടാവും. പലപ്പോഴും ഈ അഭിപ്രായങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം ഈ പെൺകുട്ടിക്ക് ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ഹസ്ബൻഡിനെ വിളിച്ചുകൊണ്ട് പോട്ടെ, അതിലെല്ലാം കയറി നമ്മൾ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പെൺകുട്ടിയോട്, ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അത് സൂക്ഷിച്ച് സംസാരിക്കുക, മോശമായിട്ട് സംസാരിക്കാതിരിക്കുക. അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അവരോട് ആ സമയത്ത് നോർമലായിട്ട് അവർക്ക് വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അത് ജീവിതകാലം മുഴുവൻ അവർ ഓർത്തിരിക്കുന്ന ഒരു സംഭവമായിരിക്കും അത്. കാരണം ആ സമയത്ത് ഇമോഷൻസ്, ഹോർമോൺസ് എല്ലാം കൂടെ വർക്ക് ചെയ്ത് എല്ലാം ഹൈ ലെവലിൽ നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് അത് അവരെ വല്ലാണ്ടായിരിക്കും, നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കുമല്ലോ അത് അഫക്റ്റ് ചെയ്യുക. അതുകൊണ്ട് അവരോട് സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുക. നമ്മുടെ പ്രഗ്നൻസി വെച്ചോ മറ്റുള്ളവർ നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് പ്രഗ്നൻസി വെച്ചോ ഇവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക. അവരനുഭവിക്കുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അവരതങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, നമ്മളതിൽ ഇടപെടാതിരുന്നാൽ മതി.